നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റിയുടെ എക്സ്പയറി വലിയ തോതിലൊരു ഒരു ഫോള്. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ മാത്രമായിരുന്നില്ല ഇടിവ്. ഏഷ്യൻ മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും US മാർക്കറ്റിലും ഇടിവ് കണ്ടു. ഇന്നലെ FIS 2381 കോടി രൂപയുടെ സെല്ലാണ് നടത്തിയത്. അപ്പോൾ ഡിസംബർ മാസം അവർ FIS 23,455 കോടി രൂപക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. DISൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ 1077 കോടി രൂപയുടെ ബൈങ് ഉണ്ടായിരുന്നു. അതായത് FIS വിറ്റതിൻ്റെ നേരെ പകുതി മാത്രമാണ് ഇന്നലെ DIS ബൈ നടത്തിയത്. അതാണ് കുറച്ചും കൂടി വലിയ തോതിൽ മാർക്കറ്റ് ഫോള് ആയിട്ടുള്ളത്. എങ്കിലും ഇൻഡിഗോ ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ ആ ഒരു ഫോളിന് കുറച്ചൊന്ന് അറുതി വന്നു. അവർ സർവീസ് പുനരാരംഭിച്ചു. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US നിന്ന് ജോബ് റിപ്പോർട്ട് വന്നതിന് ശേഷം US മാർക്കറ്റ് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് കണ്ടത്. ഏറ്റവും താഴെ നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ 300 പോയിൻ്റ് ഒരു ഇടിവുണ്ടായി. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ റെഡിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ഫ്ലാറ്റാണ്. കോസ്പി 23 പോയിൻ്റ് പ്ലസ്സിലാണ്. കൂടാതെ ഓസ്ട്രേലിയ 29 പോയിൻ്റ് മൈനസാണ്. ഗോൾഡ് ഏറ്റവും ടോപ്പിൽ നിന്ന് ആറാമത് $13 ഉയർന്ന് $4,316 പെർ ഔൺസ്. ബിറ്റ്കോയിൻ $1,900 ഉയർന്ന് 87,000. ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് 39 പോയിൻ്റ് മൈനസ്. നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 25,928. നമുക്കുണ്ടായിരുന്ന ക്ലോസ് 25,932. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ. ഇൻഫോസിസ് ഇടിഞ്ഞിരുന്നു, പിന്നീട് തിരികെ കയറി. വിപ്രോ ഇടിഞ്ഞിരുന്നു, പിന്നീട് ഫ്ലാറ്റായി. ICICI ബാങ്ക് ഇടിഞ്ഞിരുന്നു, വീണ്ടും ഇടിഞ്ഞു. HDFC ബാങ്ക് ഇടിഞ്ഞിരുന്നു, കുറച്ച് തിരികെ കയറി. എക്സലൻ്റ് ഹാവേഴ്സിൽ തിരികെ കയറിയത് കാണാൻ സാധിക്കും. ഡോക്ടർ റെഡ്ഡിയും റിലയൻസും ഇടിവിൽ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഇന്ത്യയുടെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ടാറ്റ ഗ്രൂപ്പാണ് ബാക്കപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്ന ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, ഫ്രീ ആണ്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ബൈസെൽ റെക്കമെൻഡേഷൻ എല്ലാം. വേദാന്ത കമ്പനി ഡീമർജ് പ്രഖ്യാപിച്ചിരുന്നല്ലോ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് എത്താം. കാരണം 6 ഉപകമ്പനികളായിട്ട് വേദാന്ത മാറുകയാണ്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ഗവൺമെൻറ് ഓഫർ ഫോർ സെയിൽ വഴി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ സ്റ്റേക്ക് വിറ്റ് മാറുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. സരിഗമ ഒരു മീഡിയ കമ്പനിയാണ്. ഇവർ ഫിലിം മേക്കറായിട്ടുള്ള സഞ്ജയ് ലീല ബൻസാനിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. NBCC കമ്പനി 345 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. അഹ്ലുവാലിയ കോൺട്രാക്ട് കമ്പനി 888 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് കിട്ടി. ആസ്കോ നോബൽ കമ്പനി, ഇവർ ഇമ്പീരിയൽ കെമിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇവരുടെ പ്രൊമോട്ടേഴ്സ് ആസ്കോ നോബലിൻ്റെ 9% സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ഗ്ലെൻമാർക്ക് ഫാർമ കമ്പനി, ഗ്ലെൻമാർക്ക് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട് US-ലുള്ളത്. പ്രൊട്ടീൻ ഗവൻ കമ്പനി, ഇവർ 5% സ്റ്റേക്ക് NSTL പേയ്മെൻറ്റ് ബാങ്കിൻ്റെ അക്യൂർ ചെയ്തു. റിലയൻസ് ഇൻഡസ്ട്രീസ് കമ്പനി ഫുഡ് പാക്കിംഗ് ബിസിനസ്സിലേക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് കടന്നു വരികയാണ്. നൂഡിൽസ്, ജാം, കെച്ചപ്പ്, സോസ്, സ്പ്രെഡ് തുടങ്ങിയ പ്രൊഡക്റ്റുകൾ ഇന്ന് റിലയൻസിലുണ്ടാവും. നീരജ് സിമെൻറ്റ് കമ്പനി 131 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. എക്സലസ് സർവീസ് കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. വാരെ റിന്യൂവബിൾ കമ്പനി 300 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്റ്റ് കമ്പനിക്ക് കിട്ടി. ലുപ്പിൻ കമ്പനി US-ലെ നിന്നുള്ള നാഗ്പൂർ ഫെസിലിറ്റിയിൽ US-ലെ ഡ്രഗ് കൺട്രോൾ ഉദ്യോഗസ്ഥർ ഇൻസ്പെക്ഷൻ നടത്തി. ഇയർ റിപ്പോർട്ട് ലഭിച്ചു. വിക്രം സോളാർ കമ്പനി 4,371 കോടി രൂപയുടെ ബാറ്ററി എനർജി സ്റ്റോറേജ് സെൽ സിസ്റ്റം അവർ നിർമ്മിക്കാൻ പോവുകയാണെന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ ഉള്ളത്. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.